പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ജിന്നിനോട് അങ്ങനെ സഹായം ചോദിക്കാൻ പാടില്ല. അതാണ് ആയത്ത് ഓതിയിട്ട് പറഞ്ഞത്. പിന്നെ എന്നാൽ ഈ വിളിക്കുന്നത് വല്ല ജിന്നുമുണ്ടെങ്കിൽ ആ ജിന്ന് സഹായിക്കട്ടെ എന്ന നിലക്ക് ജിന്നിനോട് അങ്ങനെ നിയ്യത്ത് വെക്കാനൊക്കെ ആർക്കെങ്കിലും ഒഴിവുണ്ടാകുമോ? ഒഴിഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ പേടിയാവുന്ന നേരത്ത് ജിന്നിനെ നിയ്യത്ത് വെച്ച് ജിന്നിന്റെ സഹായം കിട്ടാൻ എന്ന് പറഞ്ഞാൽ ജിന്നിനെയാണ് ഞാൻ ഈ വിളിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ടുള്ള വിളിയല്ലത്. അപ്പോൾ അതൊക്കെ കുറച്ച് അതിശയോക്തിപരമായ പ്രയോഗങ്ങളും വ്യാഖ്യാനങ്ങളുമാണ്. ഇവിടെ നിർത്തും. ഇപ്പൊ MT വിഷൻ എന്ന് പറഞ്ഞിട്ടൊരു വിഷം അതിന്റെ 4ാമത്തെ വേർഷനായ വിഷം ഇപ്പൊ ഇറക്കിയിട്ടുണ്ടല്ലോ. ഇറക്കിയവരും പ്രചരിപ്പിക്കുന്നവരും ഈ കള്ളപ്രചരണത്തിൽ ഒരുപോലെ കുറ്റവാളികളാണ്. വസ്തുതകൾ മനസ്സിലാക്കാതെ കള്ളം പറഞ്ഞും കള്ളം പ്രചരിപ്പിച്ചും നടക്കുന്നവരല്ല മുജാഹിദുകൾ. അതൊരു മുജാഹിദിന്റെ പണിയല്ല. ഒരു മുജാഹിദും അത് ചെയ്യാൻ പാടില്ല. ആരെ പറ്റിയാണെങ്കിലും. ഇവരാരെങ്കിലും പറ്റി ഇവർക്ക് ഇല്ലാത്തതല്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ നോക്കി, ഇതിന്റെ ശേഷം ആ വിഷയത്തിൽ തന്നെ വന്ന ചില സ്ഖലിതങ്ങൾ ലേഖനത്തിൽ വന്നത് ആ ലേഖകൻ തന്നെ എഴുതിയ പ്രസിദ്ധീകരണത്തിൽ പിന്നീട് തിരുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ജബ്ബാർ മൗലവിക്കും എനിക്കും ഒരു വാദാകുക? എന്റെ ആ പ്രസംഗത്തിലാണ് ആ വിഷയത്തിൽ തന്നെ വന്ന ചില സ്ഖലിതങ്ങൾ ലേഖനത്തിൽ വന്നത്. അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ലേഖനത്തിൽ വന്ന തെറ്റുകൾ ആ ലേഖകൻ തന്നെ എഴുതിയ പ്രസിദ്ധീകരണത്തിൽ പിന്നീട് തിരുത്തിയിട്ടുണ്ട്. ജബ്ബാർ മൗലവിന്റെ വാദവും എനിക്കില്ല. എന്നിട്ടിപ്പോ ഇതാണ് MT വിഷൻ എന്ന പേരില് ഷൻ എന്ന് പറയാൻ കുറച്ച് പ്രയാസ, ഷം എന്ന് പറഞ്ഞു കൂട്ടേണ്ട സ്ഥിതിയിലാണ് അത് കേട്ടാലുള്ളത്. ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല, കേട്ടോല് പറഞ്ഞതാണ്. ഇപ്പൊ ഹനീഫ് മൗലവി പറഞ്ഞു, അതിലും ഈ അവസാന ഭാഗം ആ MT വിഷനിലും കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് കട്ട് ചെയ്ത് കഴിഞ്ഞാലോ ഓർക്ക് കുറച്ചും കൂടി ഇതിൽ വളരെ ക്ലിയറാ. ആ വിഷയത്തിൽ തന്നെ വന്ന ചില സ്ഖലിതങ്ങൾ ലേഖനത്തിൽ വന്നത് ആ ലേഖകൻ തന്നെ എഴുതിയ പ്രസിദ്ധീകരണത്തിൽ പിന്നീട് തിരുത്തിയിട്ടുണ്ട്. പിന്നെ എങ്ങനെ ഇനിയും ജബ്ബാർ മൗലവിനെ ഒരേ വാദക്കാരനായി പറയാം? കുറച്ചൊക്കെ ഒരു മര്യാദ വേണ്ടേ നമുക്ക്? ഇശ ജമാഅത്ത് ഇപ്പൊ തുടങ്ങും 9 മണിക്ക്. ശരി, 9 മണിക്കാണ്. അപ്പൊ ഇത് തുടരും. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ. ഇന്ന് രാവിലെ കിട്ടിയ ഒരു റിപ്പോർട്ടാണ്. CD നമ്മുടെ ഈ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് ആരൊക്കെ പരിപാടിയിൽ പങ്കെടുക്കുന്നെന്ന് ചോദിച്ച് ഞാൻ പങ്കെടുക്കുന്നവരെ പേരുകളൊക്കെ പറഞ്ഞ് നേതാക്കന്മാരെല്ലാം കുറച്ച് ദാതകളായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. CD ടവറിൽ വെച്ച് ഷാഫി സലാഹി ചങ്ങിലേരിയെ TP അബ്ദുള്ള കോയ മദനിയും അബ്ദുറഹ്മാൻ സലഫിയും ഉള്ള ഒരു റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സലീം ചാലിയും. എന്നിട്ട് അവിടെ വെച്ച് അദ്ദേഹത്തെ അസഭ്യം ഒരുപാട് പറഞ്ഞ് കഴുത്തിന് പിടിച്ച് വേദനിപ്പിച്ച് അബ്ദുറഹ്മാൻ സലഫിയും TPയും ആണ് രക്ഷപ്പെടുത്തിയത് എന്നും പറഞ്ഞ്. ഇൻഷാ അല്ലാഹ് ഞാൻ വന്നിട്ട് ചോദിക്കാന്നും പറഞ്ഞ്. അതെ, അബ്ദുറഹ്മാൻ സലഫിയും TPയും ആണ് രക്ഷപ്പെടുത്തിയത്. പിന്നെ ഇദ്ദേഹമാണ് കഴുത്തിന് പിടിച്ചത്. അപ്പോ അദ്ദേഹത്തെ പിന്നെ നേരത്തെ ഞങ്ങൾക്ക് പരിചയമുള്ളതിനെ കൊണ്ട് കഴുത്തിന് പിടിക്കാൻ മാത്രം അദ്ദേഹത്തിന് തടിയൊക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചുകൂടായി അല്ല എന്നുള്ളത് എനിക്കറിയാം. അതെ, പിന്നിപ്പോ എന്താവുന്നുള്ളത് എനിക്കറിയില്ല. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. പിന്നെ യഥാർത്ഥത്തിൽ നെറ്റിലൂടെ കേരള ജമിയത്തുൽ ഉലമ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിനെതിരിൽ ഒരു 10-18 പേജുള്ള ഒരു വിമർശനം അതില് കേരള ജമിയത്തുൽ ഉലമക്ക് മുമ്പാകെ സമർപ്പിക്കാൻ പിന്നെ കേരള ജമിയത്തുൽ ഉലമയിലെ അംഗങ്ങളും അതേപോലെ തന്നെ KNM ദായിമാരും കൂടി സമർപ്പിക്കുന്നത് താഴെ പേരെഴുതി ഒപ്പിടുന്ന എന്ന് പറഞ്ഞിട്ടാണ് അതിലുള്ളത്. പക്ഷെ അതിന്റെ താഴെ ഒരു പേരുമില്ല, ഒരു ഒപ്പുമില്ല. ഈ സാധനം വളരെ വ്യാപകമായി പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് അതിനിടക്കാണ് ഈ വിഷയത്തിൽ ഇപ്പൊ നമ്മളെ ദായിമാർക്ക് വേണ്ടിയിട്ട് പല 3 ഏരിയയിലായിട്ട് ക്ലാസ്സുകൾ നടക്കുന്നത്. അപ്പോ
അതിൽ എറണാകുളത്ത് വെച്ച് നടക്കുന്ന പരിപാടി ഒരു പ്രാവശ്യം നടന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ജിന്നും ഇതൊക്കെ അതിൽ വന്നു, കാര്യങ്ങൾ വിശദീകരിച്ചു. പിറ്റത്തെ മാസത്തിൽ നടന്ന അനസ് മൗലവിന്റെ നേതൃത്വത്തിലാണ് അവിടുത്തത് നടക്കുന്നത്. അത് നടന്ന യോഗത്തിൽ ഇതേപോലെ ചർച്ച വന്നു. അവസാനം റുഖിയ ശറയ്യ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഇതുണ്ടല്ലോ. അപ്പൊ അതിനെ സംബന്ധിച്ച് അപ്പൊ ഞാനുണ്ടായിരുന്നു യോഗത്തിൽ. ശരി, ആ വിഷയം നമുക്ക് അത് മാത്രം വേണമെങ്കിൽ ഈ ആളുകൾക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി നമുക്ക് എടുക്കാം. അപ്പോൾ എറണാകുളത്തെ താഹ പറഞ്ഞു ആ വിഷയം ഞാൻ അവതരിപ്പിക്കാം. ശരി, അടുത്തതിൽ വിഷയം അതായിക്കോട്ടെ. അങ്ങനെ മൂന്നാമത്തെ സംഗമത്തിൽ, ദാഴി സംഗമത്തിൽ ആ വിഷയം ചർച്ചക്കെടുത്തു. അതിൽ താഹ അവതരിപ്പിച്ചു. അതിലുള്ള പ്രശ്നങ്ങൾ പണ്ഡിതോചിതമായി തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് അനസ് മൗലവിയും ഹനീഫ് കായക്കൊടിയും അവിടെ മറുപടി നൽകി. അപ്പൊ പിന്നെ താഹ പറഞ്ഞു, എനിക്ക് ഞാനത് പറ്റുന്ന പണ്ഡിതന്മാരെ കൊണ്ടുവരാം, ഒരു വാദപ്രതിവാദത്തിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ പിന്നെ നമുക്ക് വാദപ്രതിവാദം നടത്താം. അതിപ്പോ എങ്ങനെ ജമിയത്തുൽ ഉലമയുടെ ഒരു പുസ്തകത്തിനെതിരെ വാദപ്രതിവാദം നടത്തുക? അത് ശരിയല്ല. പക്ഷെ ഇതിനെ എതിർക്കുമ്പോ അത് നേരിടാതിരിക്കാനും പറ്റില്ല. അപ്പൊ അനസ് മൗലവി പറഞ്ഞു, വ്യക്തിപരമായി ഹനീഫും വ്യക്തിപരമായി ഞങ്ങൾ തയ്യാറാ, സംഘടനാപരമായി ഞങ്ങൾക്ക് പറ്റൂല. അതിന് താഹന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഞങ്ങൾ വ്യക്തിപരമായി തയ്യാറാണ്. അങ്ങനെ ഇവർ രണ്ട്, താഹയും താഹന്റെ കൂടെ ഉള്ളവരും അനസ് മൗലവിയും പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവരും കൂടിയിട്ടൊരു വ്യവസ്ഥ എഴുതി ഒരു വാദപ്രതിവാദത്തിൽ. അപ്പൊ അങ്ങനെയുണ്ട് വ്യവസ്ഥയൊക്കെ എഴുതി. ഏകദേശം അതിന്റെ ദിവസമായപ്പത്തിന് സംഘടന വളരും, ഇത് നടന്നാല് ഇത് നിർത്തിവെക്കണം, അതിന് മാലോകര് മുഴുവൻ ഇടപെട്ടു. നമ്മളോടൊക്കെ പറഞ്ഞപ്പോ സംഘടനന്റെ ഉത്തരവാദപ്പെട്ട ആളുകളോട് പറഞ്ഞു, ഇന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് സംഘടന നടത്താനും പറഞ്ഞിട്ടില്ല, രണ്ട് വ്യക്തികൾ സ്വകാര്യമായിട്ട് നടത്തുന്ന ഒരു ചർച്ച നടത്തരുത്, ഈ ചർച്ചക്കെതിരാ എന്നാ നമ്മളെ പറ്റി പണ്ടേ ആരോപണം. വ്യക്തിപരമായിട്ടല്ലേ ഒരു നടത്തുകയാണെങ്കിൽ നടത്തിക്കോട്ടെ, നടത്താനും നമ്മൾ പറയണില്ല, നടത്തണ്ടെന്നും പറയണില്ല. സംഘടന ആ വിഷയത്തിൽ ഇടപെട്ടില്ല. പക്ഷേ അന്ന് നേരം വെളുത്തപ്പോഴേക്ക് മേൽ പറഞ്ഞ ഈരാന്റെ അടുത്തുനിന്ന് ചില ആളുകൾ സമീപിച്ചിട്ട് ഒരു കത്ത് വാങ്ങി ഇത് നിർത്തിവെക്കണം. അങ്ങനെ ഇതിപ്പോ ദമ്മാമെന്നാണ് ആ കത്ത്, ഇമ്പിച്ചിക്കോയ എന്ന് പറയുന്ന അവിടുത്തെ ആളുടെ പിന്നെ നെറ്റിൽ മെയിലിൽ നിന്നാണ് ഇത് മുജാഹിദ് സെന്ററിലേക്ക് അയക്കുന്നത്. അതേപോലെ തന്നെ NV സാലിം എന്ന് പറഞ്ഞ, നേരത്തെ നിങ്ങൾ കേട്ടല്ലോ, വത്താവനുൽ ബിർരി വത്തഖ്വ എന്ന് പറഞ്ഞേ, ജിന്നിനോട് സഹായം ചോദിക്കണം എന്നാണ് ആയത്തിന്റെ അർത്ഥം. ജിന്നുകളെ എന്ന് പറഞ്ഞു കണ്ട് പ്രസംഗിക്കുന്ന മുഖ്ബിലിന്റെ പ്രസംഗത്തിൽ നിന്ന് എടുത്തു പറഞ്ഞ് ആ സാലിം ഫോൺ ചെയ്ത് താഹനോട് പറഞ്ഞു, എന്ത് ഇങ്ങനെ ഒരു സാധനം അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇവരാണ് ഇതിന്റെ പിന്നിലുള്ള മുഴുവൻ തിരുപ്പിന്റെയും കേന്ദ്രം, അവിടെയാണ് അവരാണിത് ചെയ്യുന്നത്. ഇവിടെ രണ്ടാളുകൾ തമ്മിൽ ഒരു ചർച്ച ഒരു റൂമിൽ വെച്ച് നടത്തുന്നതിന് സൗദി അറേബ്യയിൽ ഒരു പണ്ഡിത അത് നിർത്തിവെക്കണം എന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ? അങ്ങനെ ഏതായിരുന്നാലും ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ താഹ നിർത്തിവെക്കുകയാണ് എന്ന് പറഞ്ഞു. നാണിയാജിയാണ് അന്ന് മധ്യസ്ഥനായിട്ടുള്ളത്. ഇപ്പോ എല്ലാവരും ഈ ഓരോ സംഭവത്തിലും ബന്ധപ്പെട്ടവരും ഇവിടെ ഉണ്ട്. അപ്പൊ താഹ ഈ കാര്യത്തെപ്പറ്റി പറഞ്ഞു. അതിന്റെ ശേഷം അനസ് മൗലവി ആ കാര്യത്തെപ്പറ്റിയുള്ള പറയാനുള്ളത് പറഞ്ഞു. ആ സംഭവം നടന്നില്ല. ഇത് നടക്കുന്നതിന്റെ തലേ ദിവസം രാത്രി 10:30 മണിക്ക് ശേഷം ഷാഫി സലാഹി ചെങ്ങലീരി എന്ന് പറയുന്ന ആള്, കാര്യം പറയുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാലോ, ഈ ഷാഫി സലാഹി ചെങ്ങലീരി എന്ന് പറയുന്ന ആള് മദനിയുടെ വീട്ടില് വേറെ ഫറോക്ക് ചുങ്കത്തുള്ള ഒരാളെയും കൂട്ടി, അതോ നന്ദിയാണ്, നന്ദിയിലുള്ള ഫൈസൽ, ഇവനെയും കൂട്ടിയിട്ട് മദനിന്റെ വീട്ടിൽ പോയി. എന്നിട്ടൊരു കവറ് കൊടുത്തുപോയി. അങ്ങനെ കൊടുത്തുപോയി. മദനി രാത്രി വൈകി വന്ന് രാവിലെ അത് നോക്കുമ്പോ ഇങ്ങനെ ഒരു കത്താണ്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ നമുക്കൊക്കെ വരികൾക്കിടയിലുള്ളതും വായിക്കാൻ കഴിയുമല്ലോ. പിറ്റേന്ന് ചർച്ച നടക്കുകയാണെങ്കിൽ ജമിയത്തിനൊരു പരാതി ഇതുവരെ ആരും കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോ അല്ല, ഇന്നലെ രാത്രി പാതിരാക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാനാണ്. ഇങ്ങനെയൊക്കെ ചെയ്യണം. ആയിക്കോട്ടെ, ഇതിലുള്ള ആളുകളുണ്ട്. അത് 38 ആളുകളുടെ പേരാണ്. ആ 38-ൽ ഒരാളും ഒപ്പിട്ടിട്ടില്ല. ഒരാളെ പേര് ബ്രാക്കറ്റിൽ ഒപ്പ്, അങ്ങനെ പേര് ബ്രാക്കറ്റിൽ ഒപ്പ്, ഇങ്ങനെയാണ് ഉള്ളത്. അങ്ങനെ ജമിയത്തുലമക്ക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരാളും അഡ്രസ്സും ഇല്ലാതെയാണ് കൊടുക്കല്. ഒരു മര്യാദക്ക് ഒരു കൊടുക്കൽ, ഒരു പേര് എഴുതിയാണ്ട് ഒപ്പിട്ട് കണ്ടാ കൊടുക്കല്. അപ്പൊ ഇതിങ്ങനെ ചർച്ചയ്ക്ക് തയ്യാറില്ല. എങ്ങനെ ചർച്ചയ്ക്ക് തയ്യാറാകുക? നിങ്ങൾക്കറിയോ,
ഇതിപ്പോ നെറ്റിൽ വിട്ട സാധനമാണ്. ബഹുമാനപ്പെട്ട കേരള ജമിയത്തുൽ ഉലമ നിർവാഹക സമിതി മുമ്പാകെ കേരള ജമിയത്തുൽ ഉലമ മെമ്പർമാരും കേരള നദുവത്തുൽ മുജാഹിദീൻ പ്രബോധകന്മാരായ താഴെ പേരെഴുതി ഒപ്പിടുന്നവർ സമർപ്പിക്കുന്നത് മാന്യരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അതിന്റെ മുന്നിൽ വിട്ട സാധനത KJU കഴുതത്തലകളുടെ പുസ്തകത്തിന് ബ്രാക്കറ്റിൽ KNM ISM MSM പ്രവർത്തകരുടെ മറുപടി ശ്രദ്ധിച്ചു വായിക്കുക. KJU കഴുതകളാണെന്ന് നിങ്ങൾക്കും ബോധ്യപ്പെടും ഇൻഷാ അല്ലാഹ്. ഇത് ഇവന് മുജാഹിദ് എന്നാ പറയേണ്ടത്, മുസ്ലിം എന്നാണോ, എന്താ ഇവന് പറയേണ്ടത്? എനിക്കറിയില്ല, ഞാനൊന്നും പറയണില്ല. ഇതാണ് ഇന്റർനെറ്റിൽ ഇവർ എഴുതിവിട്ട ഈ സാധനത്തിന്റെ കൂടെ ഉള്ളത്. ഇനി ഇതിൽ ഒരൊറ്റ ആളെ പേരുമില്ല. ഇതേ സാധനത്തിൽ അല്പം കൊഴുപ്പ് കൂട്ടിയിട്ട് പിന്നെ അന്ന് കൊണ്ടുപോയി കൊടുത്ത സാധനം എന്ന് പറഞ്ഞത് ഇതാ. ബഹുമാനപ്പെട്ട കേരള ജമിയത്തുൽ ഉലമ നിർവാഹക സമിതി ഫത്വ ബോർഡ് അംഗങ്ങൾ എന്നിവരുടെ മുമ്പാകെ ജമിയത്തുൽ ഉലമ മെമ്പർമാർ കേരള നദുവത്തുൽ മുജാഹിദീൻ പ്രബോധകരുമായ താഴെ പേരെഴുതി ഒപ്പിടുന്നവർ സമർപ്പിക്കുന്നത്. എന്നിട്ട് ഇതാ കണ്ടോ, പേര് ഒപ്പ് എന്നിങ്ങനെ എഴുതി വെച്ചിട്ടുള്ളൂ, ഒരാളതുമില്ല. അപ്പൊ കൊടുത്തൊരാളെ കിട്ടിയാലോ, ഇന്ന ആളാണ് വന്നതെന്ന് അറിഞ്ഞപ്പോ. അപ്പൊ ജമിയത്തുൽ ഉലമന്റെ മീറ്റിംഗ് ചേർന്നപ്പോ ഇവനെ വിളിപ്പിച്ച് കാര്യങ്ങൾ അന്വേഷിക്കണം എന്നുള്ള തീരുമാനം എടുത്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഷാഫി സ്വലാഹിയെ വിളിപ്പിച്ചത് അവനെ വിളിപ്പിക്കുമ്പോ വേറൊരു കാരണം കൂടിയുണ്ട്. എന്താ കാരണം എന്നറിയോ? ഇപ്പോ TP KNMന്റെ കൗൺസിൽ ചെയ്ത പ്രസംഗം, ആ പ്രസംഗം പിന്നെ എങ്ങനെയോ മടവൂരികളുടെ കൈകളിലെത്തി. അത് പിന്നെ മറ്റേ യൂട്യൂബിലെത്തി. ആ പ്രസ്ഥാനത്തിന് ഭയങ്കര ക്ഷീണായില്ലേ, മറ്റുള്ളവര് കേട്ടില്ലേ എന്നാ. ഈ ഷാഫി സ്വലാഹി ചങ്ങലീരി, ജിഷാൻ മാഹി, ബൈലസുമായി ബന്ധമുള്ളവർക്കൊക്കെ അറിയാം ജിഷാൻ മാഹിനെ. പച്ച ഖുറാഫി, കാന്തപുരം ഖുറാഫിയാണ്. ഓനെ എന്നും നമ്മൾ എതിർക്കണേയും നമ്മളെ നേതാക്കന്മാരെ വിളിച്ച് ഓരോന്നിങ്ങനെ എടുത്തിടാൻ വേണ്ടി ശ്രമിക്കും ചെയ്യുന്ന ആളാ. ഇവൻ ഷാഫി സ്വലാഹിനെ വിളിച്ചു. അതിൽ ഷാഫി സ്വലാഹി, TP ഇവിടെ ഇരിക്കണോണ്ട് എനിക്ക് പറയാൻ വിഷമമുണ്ട്, എന്നോട് ക്ഷമിക്കണം. KNMന്റെ സംസ്ഥാന അധ്യക്ഷനായ ബഹുമാനപ്പെട്ട TP അബ്ദുള്ള കോയ മദനിയെ, അയാളൊരു രാഷ്ട്രീയക്കാരനാണ്, അയാൾക്കൊരു വിവരമില്ല എന്ന് ജിഷാൻ മാഹിയോട് ഈ ഷാഫി സ്വലാഹി ചങ്ങലീരി, ഇനി അതിന്റെ അപ്പുറം ഞാൻ പറയണില്ല, TP ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് അത്രയല്ലേ പറയാൻ പറ്റും. എന്നിട്ട് അവസാനം 1.5 മണിക്കൂർ നീണ്ട സംഭാഷണമാണ്, ടെലിഫോണിൽ കൂടി, പ്രസംഗമല്ല. അതിലെ വേണ്ട, കേൾപ്പിക്കണ്ട, കാരണം മോശമാണ്. TP ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് കേൾപ്പിക്കായിരുന്നു. എന്നെ പറ്റി പറഞ്ഞത് ഇന്നെ ഇരുത്തി കേൾപ്പിക്കുന്നത് ഒരു വലിയ സുഖമല്ല, അതുപോലെ തന്നെയാണ്. അപ്പോ അത്ര മോശമായി ഇവൻ സംസാരിച്ചത് സംഘടനയെ സ്നേഹിക്കുന്ന ആളുകൾക്കൊക്കെ അതിൽ വലിയ, ഇനി അതുമല്ല, മഞ്ചേരിയിൽ വെച്ചിട്ട് നമ്മളെ 3 ജില്ലയിലെ ദായിമാരുടെ സംഘമുണ്ട്. ഹംസ ബാക്കവി എന്ന ഷാഫി സ്വലാഹി ചെങ്ങലേരിയുടെ പിതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനുണ്ടായിട്ടില്ല, അതിന് സാക്ഷിയായ ഹനീഫ് കായക്കുടി പടണ്ട്. അബ്ദുറസാഖ് ബാക്കവി പോയി, മൂപ്പര് നേരത്തെ പോരുമ്പോ ആ സംഭവം പറഞ്ഞു. പലതും സംസാരിക്കാൻ അയക്കാതെ ഇടപെട്ട് സംസാരിക്കരുത്. സ്വന്തം പിതാവും വലിയ പണ്ഡിതനുമായ ഹംസ ബാക്കവി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മകനായ ഈ ഷാഫി എണീറ്റിട്ട് തടസ്സം ചെയ്യാം. അവസാനം ഇരിക്കട അവിടെ, ഈ വാദമായിട്ട് നടന്നാല് മുർത്തദ്ദായും മരിച്ചു പോണ്ടി വരും എന്ന് സ്വന്തം മകനായ ഷാഫിയോട് മൗലവിക്ക് പറയേണ്ടി വന്നു. ബാക്കി ഞാൻ അതിന്റെ അപ്പുറം ഞാൻ പറയണില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരാളാണ്. അപ്പൊ അയാളെ വിളിപ്പിച്ചാലും എങ്ങനെയൊക്കെ ആവും അറിയാലോ. ഈ 2 കാരണങ്ങളാലാണ് ഇവനെ വിളിപ്പിക്കുന്നത്. മദനി വിളിച്ചു, TPക്കൊക്കെ സൗകര്യമുള്ളൊരു സമയത്താണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ധാരണ പ്രകാരമാണ് ഞങ്ങൾ ബാക്കിയുള്ള പാലത്ത് ഇവിടെ ഇരിക്കുന്നുണ്ട്. പാലത്തുണ്ട്, ഞാനുണ്ട്, മദനുണ്ട്, TP ഉണ്ട്, അഹമ്മദ് അലി മദനുണ്ട്. അതെ, ആ സമയത്ത് സലീമും അവിടെ ഉണ്ട്. അത് തല്ലാൻ വേണ്ടിങ്ങാണ്ട് സലീമിനെ കൊണ്ടുവന്നു. മുജാഹിദ് സെന്ററിൽ ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ തല്ല് കൊള്ളേണ്ട ആളുകൾ അവിടെ കയറി വരാറൊക്കെ ഉണ്ട് എന്നുള്ളത് ശരിയാണ്, പക്ഷെ അവിടുന്ന് തച്ച് വിടാറില്ല. അതാണ് സത്യം. അപ്പൊ ഇവൻ അവിടെ കയറി വന്ന് അവിടെ ഇരുന്ന് പിന്നെ സംഗതി പറഞ്ഞു. ഷാഫിയാണോ മദനി ആമുഖമായിട്ട് വളരെ നല്ല നിലക്ക് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ വിധത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ വിളിച്ച് മദനി വളരെ ഭംഗിയായി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ കടലാസ് ഷാഫിയെന്നെ കൊടുത്തതാണോ? അതെ. എന്നാ പിന്നെ അതിലൊന്ന് പേരെഴുതി ഒപ്പിടണല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും
എന്റെ നേരെ തിരിഞ്ഞ് ഇയാൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരുന്നല്ല, ഇയാളായിട്ട് എനിക്ക് സംസാരം തന്നെയല്ല എന്ന് ആക്രോശിക്കുകയാണ് സംസാരത്തിന്റെ തുടക്കത്തിൽ തന്നെ. അപ്പൊ അത് കഴിഞ്ഞ് ഏതായിരുന്നാലും ഇവിടെ വന്നല്ലോ, ഞാനും ഇവിടെ ഉണ്ടല്ലോ, ഇതിൽ എഴുതിയത് കാര്യമായി എന്നെപ്പറ്റി തന്നെയല്ലേ, അപ്പൊ ഞാൻ മിണ്ടാൻ പാടില്ല, എന്നോട് പറയാൻ പാടില്ല എന്ന് പറഞ്ഞതൊന്നും ശരിയല്ല, ഇത് കൊടുത്തതാണെങ്കിൽ അതിൽ ഒപ്പിട്. അപ്പൊ അതിന്റെ അടിയിൽ ഏൽപ്പിച്ചത് പി മുഹമ്മദ് ഷാഫി സലാഹി എന്ന് എഴുതി ഒപ്പിട്ട്. അതിന്റെ ശേഷം ഇതിപ്പോ ഏൽപ്പിച്ച ആള് എന്നുള്ള നിലക്കാണ് ഏൽപ്പിച്ചത് എന്ന് പറഞ്ഞ് ഒപ്പിട്ട്. ഇതിന്റെ ഉള്ളിലുള്ള കണ്ടന്റ് ഇത് ബോധ്യമുള്ളതാണോ ശരിയാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ ഉള്ളതുകൊണ്ടാണ് ഏൽപ്പിച്ചത്. എന്നാ പിന്നെ അതിന്റെ നേരെ പേരെഴുതി ഒപ്പിട്ട കൂട്ടത്തിൽ ഒരാളെ ഒപ്പെങ്കിലും വേണം എന്ന് TP പറഞ്ഞു. ആ പറഞ്ഞ സന്ദർഭത്തിലാണ് നിങ്ങളോട് എനിക്ക് സംസാരമല്ല, നിങ്ങൾക്ക് മാന്യതല്ല, നിങ്ങൾ ഞാൻ ഫോൺ ചെയ്ത് കട്ടാക്കിയ ആളാണ് എന്ന്. അപ്പൊ TPയോട് വളരെ മോശമായിട്ട് ടെലിഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോ പിന്നെ അതിനനുസരിച്ച് മറുപടി പറയുന്നതിലേറെ നല്ലത് അത് കേൾക്കാതെക്കലും മിണ്ടാതെക്കലും ആണല്ലോ. മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ഒന്നുകിൽ നല്ലത് പറയാ അല്ലെങ്കിൽ മിണ്ടാതെക്കുക. അപ്പോ മിണ്ടാതെക്കണതും കുറ്റാണ്. ഇങ്ങനെ മിണ്ടാതെന്നു എന്നുള്ളത് വലിയൊരു ആരോപണമായിട്ട് നിങ്ങൾക്ക് മാന്യതല്ല, നിങ്ങൾ ഫോൺ കട്ടാക്കുന്ന ആളാണ്, അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് സംസാരമല്ല. ഇപ്പൊ നമ്മളെ ആ ഇരിക്കണ കൂട്ടത്തിൽ സംഘടനാപരമായി ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ആളോട് ഇങ്ങനെ പെരുമാറുമ്പോ കൂട്ടത്തിൽ പ്രായം കുറഞ്ഞ ഞാൻ അതിന് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും മാന്യമായി സംസാരിക്കണം എന്ന് പറയുകയും ആ സംസാരത്തിൽ പിന്നെ മാന്യത ഇല്ലാതെ സംസാരിച്ച് എന്താ കാട്ടുക എന്നൊക്കെ ചോദിച്ചപ്പോ അതിനനുസരിച്ചുണ്ടല്ലോ ജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തും മിസ്ലുഹാന. തിന്മക്ക് ചിലപ്പോ ജസാ സയ്യിഅത്ത് തന്നെയാണ് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ചീത്ത പറയുമ്പോ കുറെയൊക്കെ നമുക്ക് മിണ്ടാതെക്കാം, പിന്നെ അത് നിർത്തണമെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലും ഒന്ന് പറയേണ്ടി വരും. അതിപ്പോ കക്കൂസ് പോകുമ്പോ വസ്ത്രം ഉയർത്തിയിട്ട് തന്നെയാണ് ഇരിക്കുക. അപ്പൊ അത് ഫോട്ടോ എടുത്തിട്ട് ഇയാള് സാധാരണ ഇരിക്കൽ ഇങ്ങനെയാണ് എന്ന് അറിഞ്ഞാണ്ട് ഒരാള് കൊണ്ടു നടക്കുന്നതൊന്നും ശരിയല്ല. നേരെ മറിച്ച് അത് കക്കൂസിലിരിക്കണോനൊക്കെ അങ്ങനെ തന്നെ. നിങ്ങളാരെങ്കിലും വല്ലാതെ ചീത്ത പറഞ്ഞാൽ കുറച്ചൊക്കെ കേൾക്കും, പിന്നെ തിരിച്ചെന്തെങ്കിലും ഒന്ന് പറയാതെക്കോ. ഏതായിരുന്നാലും പല്ലിന് കേടൊന്നും പറ്റിയിട്ടുമില്ല, മേല് വേദനയായിട്ടുമില്ല, അതൊക്കെ കളവാണ്. ഗസ്റ്റ് റൂമിലാണ്. ആ സംഭാഷണത്തിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ അവിടെ ചെന്നപ്പോ എന്നെ ആദരിച്ച് ഗസ്റ്റ് റൂമിൽ ഇരുത്തി എന്ന് പറയുന്നുണ്ട്. പിന്നെ ആ ഗസ്റ്റ് റൂമിൽ വെച്ചിട്ട് സംസാരം സ്വാഭാവികമായിട്ടും ആ റൂമിലാണ് സക്കരിയയോട് ഞങ്ങൾ സംസാരിച്ചത്. ആ റൂമിൽ വെച്ചാണ് അന്ന് തന്നെ ഉച്ചയ്ക്ക് ശേഷം മുജാഹിദ് ബാലുശ്ശേരിയോട് സംസാരിച്ചത്. അവരാരെങ്കിലും ഞങ്ങൾ തട്ടിക്കേറി, ആള് മാറിയിട്ടില്ല, ആളുകൾ ഞങ്ങളൊക്കെ തന്നെയാണ്. ഞങ്ങൾ തട്ടിക്കേറി, മോശമായി, അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, ഒരു രണ്ടാളും പറയില്ല. അങ്ങനെ പറയേണ്ട സാഹചര്യം ഓരും ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങളും പിന്നെ ഞങ്ങൾക്കും അവർ വിഷമം ഉണ്ടാക്കിയിട്ടില്ല. കാര്യങ്ങൾ പറഞ്ഞു മുജാഹിദുമായിട്ട് കുറച്ച് അധിക സമയം സംസാരിച്ചു. അവസാനം ആ തീരുമാനം അംഗീകരിക്കുകയും ഒപ്പുവെക്കുകയും ചെയ്തു. അതോടുകൂടി നിരീക്ഷണ വിധേയമായി ഉപാധികളോടെ പരിപാടിക്കുള്ള അനുവാദം നൽകി. സക്കരിയ സലാഹി എനിക്ക് ഇതിനെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കണം, ഈ തീരുമാനത്തിൽ ഒപ്പിടാൻ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇപ്പൊ ഒപ്പിടാൻ കഴിയില്ല, എനിക്ക് സമയം വേണം. അപ്പൊ എത്ര സമയം വേണം അതൊന്നും ഇപ്പൊ പറയാൻ കഴിയൂല. ഒരു 2-3 ദിവസം മതിയോ? അതൊന്നും പറയാൻ പറ്റൂല. ഒരു മാസം മതിയോ? അതൊന്നും പറയാൻ പറ്റൂല. അപ്പൊ ഇതൊന്ന് വായിച്ചു നോക്കി അത്രയല്ലേ ഉള്ളൂ. ഈ തീരുമാനമല്ലേ. അതിപ്പോ റമദാൻ മാസത്തിൽ ബുദ്ധിമുട്ടാണ്, കാരണം ചുണ്ട് വരളുന്നുണ്ട്, ഞാൻ ഗുളിക കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റൂല. അപ്പൊ പുറത്തിറങ്ങുമ്പോൾ TP പറഞ്ഞു, അവസാനിക്കുമ്പോൾ പറഞ്ഞു, ശരി എന്നാൽ ഇപ്പോഴുള്ള നമ്മളെ തീരുമാനങ്ങൾ അതേപോലെ തുടരും എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ആ റമദാനിൽ തന്നെ അദ്ദേഹം പോയിട്ട് ഒരു ബൈലക്സിലും വിട്ടുകൊണ്ട് പരസ്യമായി അദ്ദേഹം തന്നെ 3 പ്രാവശ്യം ഒപ്പുവെച്ചിട്ടുള്ള ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നത് ശിർക്കാണ് എന്നതിന് വിരുദ്ധമായി പ്രസംഗിക്കുകയാണ്. ജബ്ബാർ മൗലവിയുടെ ആ ലേഖനത്തെ ന്യായീകരിക്കുകയാണ്. തിരുത്തപ്പെടേണ്ട ധാരണകൾ എന്ന പേരിൽ അവസാനമായി പറഞ്ഞ തിരുത്തേണ്ട ധാരണ ശിർക്കാണ് എന്നതാണ്. അതിൽ അദ്ദേഹം ജമിയത്തുൽ ഉലമയുടെ KNM ഭരണസമിതിയുടെ തീരുമാനത്തെപ്പോലും പരിഹസിക്കുകയാണ്. ഇതിപ്പോ ശിർക്കാന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പൊ പുറത്താക്കുന്ന പറയണത് എന്ന് പോലും ആ പ്രസംഗത്തിൽ പറഞ്ഞു. പിന്നെപ്പോ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. ആ കാര്യം ഭരണസമിതിയുടെ മുമ്പാകെ റിപ്പോർട്ട് ചെയ്തു. ഭരണസമിതി അതിനനുസരിച്ചുള്ള തീരുമാനവും എടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തേ ഷാഫി സലാഹിന്റെ കാര്യത്തില് അദ്ദേഹം ഇപ്പൊ ഇത് മാത്രം മതി, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മതിയല്ലോ.
വളരെ ധിക്കാരപരമായിട്ടാണ് സംസാരിച്ചത്. സലീം ചെയ്തത് എന്താണെന്നറിയും? ആ റൂം നിസ്കാരത്തിന് ളുഹർ ജമാഅത്തിന് സമയമായി. അപ്പോ സംസാരം നിർത്തിയിട്ട് ഏതായാലും ഷാഫി ഈ 2 ഒപ്പിട്ട് തന്നല്ലോ. അപ്പൊ ഇതിനൊരു മറ്റേതൊരു പിതാവില്ലാത്ത ഒരു കത്താണത്. അപ്പൊ ഇതിനൊരു പിതാവായി ഒരാൾ ഒപ്പിട്ട് തന്നതുകൊണ്ട് ശരി, ഇനി ഇതിനെ സംബന്ധിച്ച് ഒരു സംഘടന എന്നുള്ള നിലക്ക് ഒരാൾ ഒപ്പിട്ട് തന്നതുകൊണ്ട് ആലോചിക്കാം. യഥാർത്ഥം പറഞ്ഞാൽ ഞാൻ ഇതിൽ ഒപ്പിട്ട് എന്നെ വ്യക്തിപരമായിട്ട് വളരെ മോശമായിട്ടാണ്. അതിന്റെ ലക്ഷ്യം തന്നെ ജമിയത്തുൽ ഉലമന്റെ ആദർശവും അത് ചർച്ച ചെയ്യലൊന്നും അല്ല. നേരെ മറിച്ച് അത് തുടക്കം മുതൽക്ക് ജമിയത്തുൽ ഉലമയുടെ പേരിൽ അബ്ദുറഹ്മാൻ സലഫി പ്രസിദ്ധീകരിച്ചാണ് തുടങ്ങുന്നത്. പിന്നെ അതിന്റെ നടുവിൽ അല്ല സലഫി, എന്താണ് താങ്കൾ മാപ്പ് ചോദിച്ച് വീട്ടിൽ പോയിരിക്കാത്തത് എന്നാണ്. ഇത് ജമിയത്തുൽ ഉലമ കൊടുക്കുന്ന കത്തിൽ അല്ല സലഫി എന്ന് പറഞ്ഞിട്ടാണോ എഴുതേണ്ടത്? അതിന്റെ അവസാനത്തിൽ ആയതുകൊണ്ട് അബ്ദുറഹ്മാൻ സലഫിക്കെതിരിൽ ശക്തമായ അച്ചടക്ക നടപടി സ്വീകരിക്കണം എന്നാണ്. ഇതാണോ ജമിയത്തുൽ ഉലമക്ക് ഒരു ചർച്ചയ്ക്ക് വേണ്ടി കൊടുക്കേണ്ട സാധനം? അപ്പൊ എന്തോ ആകട്ടെ, അതിപ്പോ അത് അങ്ങനെ തന്നെയല്ലേ, അവനാന്റെ നിലവാരത്തിനനുസരിച്ചാണ് അവനാൻ എഴുതുക. അതിൽ നമുക്ക് ആർക്കും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അവരുടെ നിലവാരത്തിനനുസരിച്ച് അവരെഴുതി. പക്ഷെ അവരുടേതാണെന്ന് ഉറപ്പിക്കാവുന്ന നിലയ്ക്ക് ജമിയത്തിന്റെ മുമ്പാകെ ഒപ്പുവെപ്പിച്ചത് വാങ്ങിവെച്ചു. ഈ സംഭവം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ഇരിക്കുന്ന സലീം, ആൾക്ക് തടിയുണ്ട് എന്നുള്ളതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അയാളെ മകനെ കണ്ടാല് ആ വാപ്പാന്റെ മകനാ തോന്നൂല, അത്ര മെലിഞ്ഞിട്ടാണേനും. ഓൻ തടിക്കാത്തതിന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോ ഞാൻ പറഞ്ഞ് മകനുള്ളതൊക്കെ വാപ്പ തിന്നലായിരിക്കും എന്ന് തമാശയും പറഞ്ഞു. അപ്പൊ ആ നിലക്കാണ്. ഇപ്പൊ മൂപ്പര് തടിനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ ഈ സലീം ചാലിയം അദ്ദേഹം പറഞ്ഞത് ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ഇനി ഈ കാര്യം സംസാരിക്കരുത്, ആൾക്കാരിങ്ങനെ നിസ്കരിക്കാൻ പോകുന്നുണ്ട്, ഇതാണ് പറഞ്ഞത്. അതല്ലാതെ പുറത്തിറങ്ങി കൊല്ലും എന്നുള്ള നിലക്ക് പറഞ്ഞു എന്നുള്ള രീതിയിലാണ് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത്. നിങ്ങൾക്കറിയോ, ഇന്നലെ രാത്രി കാന്തപുരം വിഭാഗത്തിന്റെ ബൈലക്സ് ക്ലാസ് റൂമിൽ ഈ ഷാഫി സ്വലാഹി ചെങ്ങലീരിയുടെ ഈ സംഭവം പീഡിപ്പിച്ചു എന്ന് പറഞ്ഞത് അതാണ് കണ്ട മുജാഹിദീങ്ങളെ സംസ്കാരം എന്ന് പറഞ്ഞ് അതാണ് അവര് ഇന്നലെ റെക്കോർഡ് ചെയ്ത പ്രസംഗം കേൾപ്പിച്ചിട്ടുള്ളത്. അപ്പൊ കുറ്റമൊക്കെ TP അവിടുന്ന് ഇങ്ങനെ പറഞ്ഞ് അത് മടവൂരിയുടെ കയ്യിലെത്തി, ആ യൂട്യൂബിലെത്തി, ഇനി നമ്മളെ സംഘടനക്ക് ഇങ്ങനെ പറയണോല് ഈ വക ബരി ചെയ്യണേന് എന്ത് വാക്കാന്നറിയോ? ഈ സദസ്സിന്റെ പവിത്രത കണക്കിലെടുത്ത് ഈ പള്ളിയിലാണെന്നുള്ളത് കൊണ്ടും ഉപയോഗിക്കാൻ കഴിയില്ല. അത്ര മോശമാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ ഞങ്ങളാരും എന്തെങ്കിലും ചെയ്ത് ആക്രമിച്ച ആളുകളൊന്നും അല്ല. ഈ വസ്തുതയാണ് സലീം പറഞ്ഞത്. പുറത്തിറങ്ങുമ്പോൾ അവിടുന്ന് ഇനി ഈ കാര്യം പുറത്ത് പറയാനുള്ളതൊക്കെ ഇവിടുന്ന് തന്നെ സംസാരിച്ചു പോകണം. ആളുകളുണ്ട് പുറത്ത്. ഞാൻ പുറത്തിറങ്ങിയും പറയും എന്നാണ് ഓൻ അതിനും മറുപടി പറഞ്ഞത്. ഓൻ പുറത്തിറങ്ങിയും പറഞ്ഞു, ബൈലക്സിലും പറഞ്ഞു, മാലോകരോട് പറഞ്ഞു, ഇല്ലാത്തത് പറഞ്ഞു, മോശമായത് പറഞ്ഞു, വേണ്ടാത്തത് പറഞ്ഞു. അതാണ് ഇപ്പൊ സുന്നികളെ ക്ലാസ് റൂമിലും യഥാർത്ഥത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ആ കാര്യത്തെ സംബന്ധിച്ച് പറയാം. ഞാൻ കൂട്ടത്തില് അതില് 38 ആളില് ഒരു 4-5 ആളുകളെ ഞാൻ വിളിച്ചു നേരിട്ട്. കാരണം ഇതിൽ ഇന്നെ വ്യക്തിപരമായിട്ടാണല്ലോ ഞാൻ അന്ന് ഉപയോഗിച്ച വാചകം തന്നെ. ഇപ്പോ മുബാറക്, ഉമർ മൗലവിന്റെ മുബാറക്കിനെ ഞാൻ വിളിച്ചു. ഞാൻ ചോദിച്ചു, മുബാറക് ഇങ്ങനെ ഒരു ഇതിൽ മുബാറക്കിന്റെ പേര് കാണുന്നുണ്ട്, ഇത് മുബാറക് ഞാന് അറിയും അങ്ങനെ കൊടുത്തത്, കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ വിശദമായി പറഞ്ഞിട്ടില്ലെങ്കിലും കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട് എന്നോട്. എന്നെപ്പറ്റി വ്യക്തിപരമായി വളരെ മോശമായി അതിൽ എഴുതിയിട്ടുണ്ട്. അത് എന്റെ പേരിൽ കളവാണ്. അത് ബോധപൂർവം അറിഞ്ഞുകൊണ്ട് എഴുതിയതാണെങ്കിൽ എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് റബ്ബിനോട് പ്രാർത്ഥിക്കാനാണ്. അലാ ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ. ഒരാളെപ്പറ്റി കള്ളത്തരം എഴുതി ലോകം മുഴുവൻ പ്രചരിപ്പിക്കുക. അപ്പൊ ഇതൊക്കെ പുറത്ത് കോപ്പി എടുത്ത് കൊടുക്കുകയാണ് പെരിന്തൽമണ്ണ ഭാഗത്ത്. വേറെ എവിടെ കണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കളവാണ് എന്റെ പേരിൽ എഴുതിയിട്ടുള്ളത്. അതിലെഴുതിയ എന്നെപ്പറ്റി എഴുതിയ കളവാണ്. എന്നോട് അന്വേഷിച്ച് ഒരാളും അതിൽ പേര് വെക്കാൻ വാക്ക് കൊടുത്തിട്ടില്ല. ഞാൻ ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞത് ഞാൻ മുബാറക്കിന്റെ വീട്ടിൽ പോയി ഈ വ്യക്തിപരമായ പരാമർശങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇത് വെക്കണം, അതിന് ഞങ്ങൾക്ക് തെളിവുണ്ട് എന്ന് എന്നോട് പറഞ്ഞ ആള് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എനിക്കതിലൊരു ഉത്തരവാദിത്വമല്ല, ഞാൻ അതിൽ നിരപരാധിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. വേറെ ഒരാളെ ഞാൻ വിളിച്ചു.
അദ്ദേഹം പറഞ്ഞ എന്നോട് ഫോൺ ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞതാണ് ഷാഫി. അപ്പൊ ഞാൻ മുമ്പൊരു 18 പേജ് ഉണ്ടല്ലോ, ആ നെറ്റിലൊക്കെ വന്നതാ. അതെ, അതാണെന്നുള്ള നിലക്ക് അതിപ്പോ പിന്നെ മതപരമായ ഇൽമിയായൊരു വിഷയം ചർച്ച ചെയ്യാന്നുള്ള നിലക്ക് ജമിയത്തിനോട് ആവശ്യപ്പെടാൻ എന്റെ പേര് വെക്കണീന് വിരോധമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ അതില് അതല്ല ഉള്ളത്, ഇത് ഞാൻ എഴുതിയത് ഇല്ല, അങ്ങനെ ഇല്ലില്ല. അപ്പൊ ഞാൻ വായിച്ചു കൊടുത്തു വാചകം. അതിന് ഞാൻ ഉത്തരവാദിയല്ല. പിന്നെ ഞാൻ വായിച്ചു സലഫി എന്ന് പറഞ്ഞിങ്ങനെ എഴുതിയേ, അത് ഞാൻ ഉത്തരവാദിയല്ല. അവസാനം പറഞ്ഞു എനിക്കെതിരിൽ കർശനമായ നടപടി സ്വീകരിക്കണം എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. പടച്ചോനാണ്, ഞാൻ ഈ ഉത്തരവാദിയല്ല. ഇത് വേണമെങ്കിൽ ഞാൻ എഴുതിത്തരാം, എവിടെ വന്ന് ഞാൻ പറയണമെങ്കിൽ പറയുകയും ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ മാത്രമല്ല, എന്നെപ്പോലെയാണ് വേറൊരാൾ പേര് പറഞ്ഞു, അയാളെയും. ശരി, വേറൊരാളെ ഞാൻ വിളിച്ചു. അയാൾ പറഞ്ഞു ഞാനത് കണ്ടിട്ടുമില്ല, ഞാൻ വായിച്ചിട്ടുമില്ല, എന്നോട് ഇങ്ങനെ ഒന്ന് കൊടുക്കട്ടെ ചോദിച്ചപ്പം കൊടുക്കണീന്റെ മുമ്പൊന്ന് കാണണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, വായിച്ചു നോക്കിയിട്ടൊക്കെ കൊടുത്താൽ മതി, മതപരമായൊരു വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതിന് കുഴപ്പമില്ല, വേറെയുള്ളതിന് ഒന്നിനും ഞാൻ ഉത്തരവാദിയല്ല. ഇതാണ് എന്റെ അന്വേഷണത്തിൽ എനിക്ക് കിട്ടിയത്. അപ്പൊ പിന്നെ ഞാൻ വ്യക്തിബന്ധമുള്ള ആ കൂട്ടത്തിലുള്ള ആളുകളെ ബാക്കി പലരെയും വിളിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിലും ഞാൻ വിളിച്ചിട്ടില്ല. ഷാഫി സലാഹി ഉറപ്പാണ്, അങ്ങനെ തന്നെയാണ്, ബോധപൂർവമാണ്. ഞാൻ പറഞ്ഞു ഷാഫി അങ്ങനെയാണെങ്കിൽ എന്റെ കയ്യിലുള്ള ആയുധം റബ്ബിനോടുള്ള പ്രാർത്ഥനയാണ്. ഞാൻ പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കും, എന്റെ പേരിൽ ഈ എഴുതിയത് കളവാണ്, ഈ കളവ് എഴുതി ഒപ്പിടുകയും മറ്റുള്ളവരുടെ പേര് ഒപ്പിക്കുകയും ചെയ്ത് പ്രചരിപ്പിച്ചതിന് അർഹമായത് നൽകണമേ എന്ന് എന്റെ റബ്ബിനോട് എനിക്ക് പ്രാർത്ഥിക്കേണ്ടി വരും എന്ന് ഞാൻ പറഞ്ഞു. അത് നിങ്ങൾ പ്രാർത്ഥിച്ചോളി എന്ന് പറഞ്ഞു. അപ്പൊ ആ സന്ദർഭത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇതാണ് അതിലുള്ളത്. എനിക്ക് എന്റെ സുഹൃത്തുക്കളായ സൗഹൃദ ബന്ധം പുലർത്തുന്ന പല ആളുകളും ഇനി ആ കൂട്ടത്തിലുണ്ട്. ഞാനൊരു സന്ദർഭം വരുമ്പോൾ വേറെ ആരും അവനാന്റെ പേര് വെച്ച് എഴുതിയിട്ടില്ലല്ലോ, ഇതാരാണ് നേർക്കുനേരെ ഞാൻ അതിന്റെ ആളാണെന്ന് പറഞ്ഞു വരുന്നത്, അവരേറ്റാണ് സംസാരിക്കാനുള്ളത്. ഇതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എനിക്ക് ചോദിക്കാനുള്ളത് മദനി TP അബ്ദുൽ ഖാദർ മദനി സാഹിബിനോടാണ്. നമ്മളെ ജാമിയയിലെ CD നിന്ന് പിന്നെ അള്ളാഹ്ക്ക് കഴിവുള്ളതുപോലെ തന്നെ ശൈത്താന്മാർക്കും കഴിവുണ്ട് എന്നതിലേക്ക് വരെ നമ്മളെ പണ്ഡിതന്മാർ വ്യാഖ്യാനങ്ങൾ എത്തി നിൽക്കുന്നു. അങ്ങനെ അള്ളാഹ്ക്ക് കഴിവുള്ളതുപോലെ ശൈത്താന്മാർക്കും കഴിവുണ്ട് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ എഴുതിയത് നമ്മളെ പിന്നെ പണ്ഡിതന്മാരാരാണെന്ന്? അസ്സലാമു അലൈക്കും. അങ്ങനെ ഏതായാലും ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല. എന്തെങ്കിലും ഒന്ന് കേൾപ്പിച്ചെന്നാൽ കുഴപ്പമില്ല. കാരണം എനിക്കിപ്പം തന്നെ ആ വാചകം അള്ളാഹ്ക്ക് കഴിവുള്ളതുപോലെ ശൈത്താന്മാർക്കും കഴിവുണ്ട് എന്ന് ഞാൻ പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്താണത് വ്യാഖ്യാനിക്കപ്പെട്ടതെന്ന് എനിക്കറിയാം. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാത്തത് പറഞ്ഞു നടക്കുന്നുണ്ട്. ഇത് CD ഉണ്ടാവുന്നതാണ്. ഇനി അതങ്ങനെ ഉണ്ടെങ്കിൽ അതേ പ്രകാരമാണ് അതിൽ ഉള്ളത് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല, അങ്ങനെ ഞാൻ പറഞ്ഞായിട്ട്. പക്ഷെ എന്തുണ്ടാവും? അള്ളാഹിനെ പേടിക്കണ മാതിരി പിശാചുക്കളെ പേടിച്ച് നടക്കുന്ന ഒരവസ്ഥ. എല്ലാ കാര്യത്തിലും ശൈത്താനെ പേടിക്കുക എന്നുള്ളത്, അള്ളാഹിനല്ലാതെ വേറെ ആരെയും പേടിക്കേണ്ടത്, അവനിൽ തവക്കുലാക്കണമെന്ന ആശയത്തെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ടാവും. അല്ലാതെ ഞാൻ ഒരിക്കലും ഇതിനെ ന്യായീകരിക്കല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കും വേണ്ട, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി എന്തെങ്കിലും നിനക്ക് ധാരണ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അള്ളാഹുവിനെ ഭയപ്പെടേണ്ട സ്ഥലത്ത് ഞാൻ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്ന എന്റെ ആ പിന്നെ CD സംസാരിച്ചത് ലോകപ്രശസ്തമാണ്. അത് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എനിക്ക് ഒഴികെ ബാക്കി എല്ലാവർക്കും അതിനെ സംബന്ധിച്ച് എല്ലാ വിവരവും ഉണ്ട്. അപ്പൊ അതൊരു ഭയങ്കര മഹാപാതകമായിട്ടാണ് പറയുന്നത്. പക്ഷെ ഞാനിതിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, അത് ഈ ഒരു കാര്യത്തിന്റെ ഗൗരവം ജനങ്ങളെ മനസ്സിലാക്കാൻ, പ്രവർത്തകന്മാരെ മനസ്സിലാക്കാൻ വേണ്ടി ചേർന്ന യോഗമായിരുന്നു. സ്വാഭാവികമായി പിന്നെ സലഫിയുടെ ദീർഘമായ ആ വിഷയത്തിലുള്ള അവതരണം കഴിഞ്ഞതിന് ശേഷം നിർത്താൻ വേണ്ടി പോകുന്ന ഒരു വളരെ ചുരുങ്ങിയ ഒരു സമയമാണ് ഞാൻ യഥാർത്ഥത്തിൽ അതിന് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ തെറ്റ് എന്ന് പറയുന്ന അങ്ങനെ തെറ്റായിട്ടുള്ളതല്ല. ഇവിടെ മനുഷ്യൻ അള്ളാഹുവിനെ പേടിക്കുന്നതിന് പകരം പിശാചിനെ പേടിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥ ഈ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ആശയത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. അത് വസ്തുത ശരിയാണ്. ഇപ്പൊ കുറച്ച് പോയിട്ടോ. അപ്പൊ ഇങ്ങനെ ഈ വിശദീകരണം അങ്ങോട്ട് തുടങ്ങി, നമ്മൾ പ്രചരണം തുടങ്ങി, നമ്മൾ പറയാൻ തുടങ്ങിയപ്പോ ഇപ്പൊ മാറ്റി പറയാൻ തുടങ്ങി. ആര് പറഞ്ഞു? എവിടെ പറഞ്ഞു? ഞങ്ങൾ പറഞ്ഞോ? നിങ്ങൾ പറഞ്ഞു? ഇപ്പം തന്നെ ഈ ചോദ്യം തന്നെ അത് ശരിയല്ലേ? അള്ളാന്റെ മാതിരി പിശാചിനെ പേടിക്കണമെന്ന് ആര് പറഞ്ഞു? പേടി കുറഞ്ഞു വരുന്നുണ്ട്. ഇത്
ഇങ്ങനെ പേടിക്കുക, അള്ളാനെയാണ് പേടിക്കേണ്ടത് എന്നുള്ളത് അള്ളാഹുലാണ് തവക്കുലാക്കേണ്ടത് എന്ന ആശയത്തിലേക്ക് ഈ പ്രസ്ഥാനത്തിന്റെ ഈ ആദർശത്തെ എന്തെങ്കിലും നിലയ്ക്ക് വികലമാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ചു കൊണ്ടുപോകണം. അതേ നമ്മൾ ഉദ്ദേശിച്ചിട്ട് സതുദ്ദേശം അല്ലാതെ വേറെ ഒന്നുമില്ല. ഇപ്പൊ ഒരു കാര്യം പറയട്ടെ, ഇവിടെ ബെരുമാൻ സലഫിനെ സംബന്ധിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കേണ്ടത് ഇവിടെ വ്യക്തിപരമായ ഒരു കാര്യം. ഇപ്പൊ ഞാൻ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, 50 വർഷമായി സെയ്ദ് മൗലവിന്റെ ഒരു പ്രസംഗം കേട്ടിട്ട് മുത്താലിമായി ദാനൂരി ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ ശിഷ്യനായി ഇവിടുത്തെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ 2 ശരീക്കന്മാരാണ്. ഞങ്ങൾ ഓതി താമസിച്ച കാലത്ത് പറവണ്ണയിൽ വെച്ച് സെയ്ദ് മൗലവിയുടെ പ്രസംഗം കേട്ട് മാറ്റം വന്ന ആളായ അവിടെ മുതൽക്ക് 50 കൊല്ലായി കെ എം മൗലവിനെ മുതൽക്ക് കണ്ടിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ടുള്ള നമ്മുടെ നേതാക്കന്മാരും കണ്ടിട്ട്. അതുകൊണ്ട് ഞാൻ അഭിമാനത്തോടെ തന്നെയാണ് കേട്ടോ പറയുന്നത്. ആ കാലത്തൊന്നും കേൾക്കാത്ത ഒരു പുതിയ വാദം വന്നപ്പോൾ ഭയങ്കരമായ വിഷമമാണ്. ഇവിടെ പല താല്പര്യങ്ങൾക്ക് വേണ്ടി ഗ്രൂപ്പ് ആകാറുണ്ട്, പല ഗ്രൂപ്പുകൾ. ഞാൻ എൻ്റെ നാട്ടിൽ ഞാൻ മാത്രമല്ലാതെ വേറെ ഒറ്റ കുട്ടിയില്ലാത്തൊരു ഒരു നാടേന് അന്വേഷിച്ചാലേ 100% ഖുറാഫികളായി. ഈ സക്കരിയ സലാഹിന്റെ ബാപ്പ ഒക്കെ അവരൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് ഞാനാണ് അവിടെ പിന്നെ നിൽക്കാൻ വേണ്ടി. ഷെയ്ഖ് മൗലവിനെ കൊണ്ട് ആദ്യമായി ഖുത്ബ നടത്തിച്ച് വാള് പിടിച്ചിട്ട് ഖുത്ബ നടത്തിച്ച ആ മഹലിൽ ഞാൻ ബഹിഷ്കരിക്കപ്പെട്ട, വീട്ടിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടതാണ്, എന്നെ നിസ്സഹകരിച്ചതാണ്. അങ്ങനെ ഈ ഖുറാഫാത്ത് മുഴുവൻ അറിയും. ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞല്ലോ, അതിന്റെ കാര്യം പറഞ്ഞല്ലോ. എൻ്റെ ഒരു പെങ്ങൾക്ക് പിന്നെ സുഖമില്ലാഞ്ഞിട്ട് ഈ ഇന്നത്തെ ഖലീൽ ബുഖാരി ഇല്ല, ബുഖാരിത്തങ്ങൾ എൻ്റെ തൊട്ട അയൽവാസിയാണ്, അയാളുടെ ബാപ്പ എൻ്റെ വീട്ടിലായിരുന്നു ഭക്ഷണം കഴിച്ച് അവിടെ ഓതിയിരുന്നത്. അയാൾ ഹോമം നടത്തിയത് ഇന്നും ശരിക്കും വ്യക്തമായി ഓർമ്മയിലുള്ള ആളാണ് ഞാൻ. എൻ്റെ വീട്ടിലെ നടുവിൽ കുഴിയുണ്ടാക്കി പൂങ്കോയിനെ കുഴിച്ചിട്ടതും കർലായത്തിൻ്റെ ഇല നഗ്നനെ പൂർണ്ണ നഗ്നനായി അത് എടുത്തുകൊണ്ടുവരാൻ വേണ്ടി ബാപ്പനോട് പറഞ്ഞതും ഇതൊക്കെ ഓർക്കുന്ന ഒരു കുടുംബത്തിൽ വളർന്ന്, തെരീക്കത്തിന്റെ കുടുംബത്തിൽ വളർന്ന് സഹിക്കൂല മക്കളെ, ഒരിക്കലും സഹിക്കൂല. അത് അള്ളാനെ കൂടാതെ ഉള്ളവർ സഹായത്തിന് തേടണം. അത് മലക്കല്ല, അഷ്റഫുൽഖൽക്കാണെങ്കിലും ശരി. അള്ളാഹുവിനെ കൂടാതെ ഒരു സഹായം തേടാൻ ഇയ്യാക്കൻ അബ്ദു ഇയ്യാക്കൻ നസ്തഈനിൽ വിശ്വസിക്കാൻ നമുക്ക് സാധ്യമല്ല. ആ വേദന കൊണ്ട് മാത്രമാണ് ഇത് പറഞ്ഞത്. നിങ്ങൾ ക്രൂശിക്കേണ്ട എന്നുണ്ട്. ഇന്ന് രാവിലത്തെ മെസ്സേജും ഞാൻ കാണിച്ചു തരാം. ഇന്ന് വന്നിട്ടുള്ള മെസ്സേജ് ഇന്ന് വരെ ഒരു താല്പര്യത്തിന് വേണ്ടി, അത് സദസ്സിൽ ഇപ്പൊ അബ്ദുറഹ്മാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? എന്തൊരു ക്രൂശിക്കില്ല, ഇതിങ്ങനെ ആവശ്യമുണ്ട്. ആദർശ രംഗത്ത് വിമർശിക്കട്ടെ, ആശയ രംഗത്ത് വിമർശിച്ചോട്ടെ. വ്യക്തിപരമായി ഈ കഴിഞ്ഞ ഇത്രയും കൊല്ലങ്ങൾ ഇല്ലാത്ത ആക്ഷേപം എങ്ങനെ ഈ 6 മാസം ഏർപ്പെടുന്നു? ഈ 6 എന്താണ് ഇതുവരെ? ഞാൻ കേപ്പിന്റെ കൂട്ടത്തിൽ എക്സിക്യൂട്ടീവ് ഉണ്ടായിട്ടുണ്ടല്ലോ, അതിന് ശേഷം ഇന്ന് വരെ പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. ഇന്ന് ആക്ഷേപിക്കപ്പെടുന്ന എന്തെങ്കിലും ഒരു ആക്ഷേപം ഈ അടുത്ത കാലം വരെ ഉണ്ടായിട്ടുണ്ടോ? മടവൂരികൾ പോലും പറഞ്ഞിട്ടില്ല. ഇന്ന് ഇങ്ങനെ എന്താണ് ഈ അസംതൃപ്തിക്ക് കാരണം? നിങ്ങളിതിന് വളരെയധികം ഈ സമൂഹത്തിൽ നമ്മൾ നിഷ്പക്ഷമായി കാര്യങ്ങൾ ഇതാക്കാനും അള്ളാഹുവിനോട് ഇതിന്റെ ഹക്ക് മനസ്സിലാക്കി തരാൻ ഒന്ന് ദുആ ചെയ്യും. എന്താണെന്നുള്ളത് നമുക്ക് തെറ്റുപറ്റിയെങ്കിൽ നമ്മൾ അത് തിരുത്താം. ഇങ്ങനെയുള്ള ശുദ്ധ മനസ്സോടുകൂടെ നിങ്ങൾ ഇരിക്കും. ഒരു കുറച്ച് ദിവസം ഈ പ്രശ്നത്തെ നിങ്ങൾ സമീപിക്കും. എന്തിനാണ് വേറെ ഒരാൾ ഇത്ര മോശമായ പ്രതികരണം എ പി സുന്നിന്റെ കൂട്ടത്തിൽ? കാന്തപുരം സുന്നി, ഞങ്ങൾ ആ കൂട്ടത്തിൽ പഠിച്ച ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ നാട്ടിൽ എ പി സുന്നികളുണ്ട്. എല്ലാ ശത്രുക്കളും ഉണ്ട്. അവരിൽ ഒന്നുമില്ലാത്ത പീഡനങ്ങളാണ്. ഇപ്പൊ ഇവൻ തന്നെയുള്ള ഈ ഷാഫി സലാഹി ചങ്ങലി, ഇവനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അന്ന് അവിടെ വന്നപ്പോൾ. എനിക്കറിയില്ല, ഫറൂഖിന് പുതിയാപ്പിളയാണ്, ഒക്കെ ശരിയാ, എനിക്ക് അറിഞ്ഞൂടാ, അത് സത്യമാണ്. ഈവൻ അവിടെ വന്ന് കുറെ ഫിത്തനകൾ അവിടെ ഉണ്ടാക്കി. ആ ചുങ്കത്ത് ഒരുപാട് ഫിത്തന കഴിഞ്ഞിട്ട് കുനൂത്തോതൽ തുടങ്ങി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇതൊക്കെ എനിക്കറിയാം. പക്ഷേ ഞാൻ ഒരിക്കലും ബന്ധപ്പെട്ടിട്ടില്ല. ഇതിന്റെ ഉള്ളിൽ വന്നിട്ട് എന്തൊരു ധിക്കാരപരമായ സമീപനമാണ്. അവന്റെ സംസാരം എന്തൊരു ധിക്കാരമാണ്. ഇപ്പൊ നിങ്ങൾ നോക്കി, ഗൾഫിൽ പോയി നമ്മുടെ സെന്ററുകളിൽ മുഴുവൻ ഇപ്പൊ ഈ വയലക്സ് അത് ഇതെന്നൊക്കെ പറയുന്നുണ്ടല്ല. ലോകം മുഴുവൻ ഇത് നമ്മളെങ്ങനെ പൊളിച്ചെഴുത്തല്ലേ? നമ്മൾ നഗ്നരാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു ഈ ഒരു കാര്യം പറഞ്ഞിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ മുഴുവൻ തുണിയഴിച്ച് സമൂഹത്തിന്റെ മുന്നിൽ അപമാനിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്.
അവർക്ക് എന്തെങ്കിലും പ്രതിഷേധമോ കാര്യമുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞാൽ പോരെ. ലോകത്ത് മുഴുവൻ ഇത് പരസ്യപ്പെടുത്തുകയാണ്. ഇവിടെ പറഞ്ഞല്ലോ ഇപ്പോൾ AP സുന്നിന്റെ ക്ലാസ് റൂമാണ് ഇവൻ ഉപയോഗിച്ചത്. AP സുന്നിന്റെ നേതാവിനോടാണ് എന്നെ സംബന്ധിച്ച് പറയുന്നത്. അതിന്റെ ഇടയിലായി എനിക്ക് ഫോൺ ചെയ്യുന്നത്. എനിക്ക് ഫോൺ ചെയ്തപ്പോൾ ഞാൻ ചെയ്ത തെറ്റെന്താ അറിയുക? അത് നിങ്ങൾ ആലോചിക്കും. ഞാൻ ചെയ്ത തെറ്റ് ഇവന്റെ തെരുക്കി അതിനനുസരിച്ച് തെറി അങ്ങോട്ട് പറയാന്നുള്ളത് എന്റെ സംസ്കാരമല്ല. ഞാനൊരു വലിയ സംഘടനയുണ്ട്, അതിന്റെ ഒരു എളിയ പ്രവർത്തകനാണ്. അതിന്റെ മാന്യത എനിക്കുണ്ടാകണം. ഞാൻ ഒരിക്കലും ഓന് ആദ്യമായി ഈ ബുക്ക് ഇറങ്ങി ജമിയത്ത് പ്രസിദ്ധീകരിച്ച ആ സമയം അവന് എന്നെ പരിചയം കേട്ട് എന്തായാലും പരിചയം ഉണ്ടാവുമല്ലോ, കണ്ടും പരിചയം ഉണ്ടാവും. എനിക്കറിഞ്ഞൂടാ. ഇവൻ ഫോൺ ചെയ്തിട്ട് വളരെ ധിക്കാരത്തിൽ സംസാരിച്ചപ്പോൾ ഞാനത് കട്ട് ചെയ്തു. ഫോൺ എല്ലാം ഞാൻ എന്താ ചെയ്യുക? രാത്രി പാതിരാക്കൊക്കെ വിളിച്ചിട്ട് ഏപ്പിനെ ഉപദ്രവിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? അവിടുന്ന് കസാലപ്പന ഇറങ്ങിപ്പോകാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള എഴുത്തിപ്പം കഴിഞ്ഞ ഇതിനും കൂടി കിട്ടിയാണ്. ഏപ്പിനോട് ഒരു മനുഷ്യൻ അള്ള പൊറുക്കുന്നത് എങ്ങനെ ഈ വിഭാഗം ഇങ്ങനെ എതിരാളികളായി? ആദർശപരമായി ഉണ്ടെങ്കിൽ അത് പറയട്ടെ. ഇത്തരം സംസ്കാരം ഇങ്ങനെ നഷ്ടപ്പെടുന്നു. വളരെ ശത്രുക്കൾ, ഏറ്റവും വലിയ ശത്രുക്കളായിട്ടാണ് ഇറങ്ങുന്നത്. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങി ആ റൂമിൽ നിന്ന് പോയിട്ട് ഒരു ഗസ്റ്റ് റൂം, അവിടെ ഞാൻ സെൽഫി പറയാത്തൊരു കാര്യമുണ്ട്. ഇവൻ സെൽഫിയെ സംബന്ധിച്ച് വളരെ മോശമായി ആദ്യം തന്നെ പ്രതികരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നോട് ഇങ്ങളെ മാന്യല്ല, നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നില്ല. അപ്പൊ അതിന് ഓൻ പറഞ്ഞ കാരണം എന്താ? ഞാൻ ഫോൺ കട്ട് ചെയ്തില്ല. ഫോൺ കട്ട് ചെയ്യില്ലാതെ ഓനോട് എന്ത് ചെയ്യും? വിദഹാത്തൂമ ജാഹിലൂന കാരു സലാമ. ഈ സലാം എന്ന് പറഞ്ഞാൽ ഓനടുത്ത് പിരിഞ്ഞു പോകണം തന്നെയാണ്. ഓന്റെ അടുത്ത് അവിടുന്ന് പോണോ, അവനേറ്റ് പിന്നെ തർക്കിക്കാൻ നിൽക്കരുതെന്നാണ്. അതിൽ ഫോണിൽ ഏറ്റവും മാന്യമായ സമീപനം ആ കട്ടിയിലാണ്. എനിക്കും അങ്ങനെ എന്തെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞോളൂ ഓനോട്. ഓൻ തെറി പറയാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ നിർത്തിയത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ കേൾക്കുന്നത്, ഞാൻ വയലക്സ് ഒന്നും കേട്ടിട്ടില്ല, എനിക്കൊരു ഫോണാണ്. അത് വരുന്നത് AP സുന്നിന്റെ നേരത്തെ ഇവിടെ പറഞ്ഞ ഇയാളാണ്. എന്നെ ചോദിക്കും TP മദനില്ലേ? ഉസ്താദ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി സംഗതി അപകടമാണ്. അപ്പം ഉസ്താദ് എന്ന് ചോദിച്ചിട്ട് ഇവങ്ങനെ ചോദിക്കുന്നത്, നിങ്ങൾ എവിടെ പഠിച്ചത്? മദനിയാണല്ലോ നിങ്ങൾ. അപ്പൊ എനിക്ക് മനസ്സിലായി. ഞാൻ കട്ട് ചെയ്തു. അപ്പൊ അവൻ പറഞ്ഞു നിങ്ങൾക്ക് വിവരമില്ല എന്നിട്ട് വേറൊരു പ്രാവശ്യം വിളിച്ച് വിവരമില്ല എന്ന് എനിക്ക് മനസ്സിലായി, നിങ്ങൾ ഇത് ഫോൺ കട്ട് ചെയ്യുന്നു. ഷാബിയും പറഞ്ഞു, മറ്റാളും പറഞ്ഞു. ഷാബിനോടും പറഞ്ഞു. എന്തായിരുന്നാലും അതൊക്കെ വിശദമായി കേട്ട കുട്ടികളാണ് ഇപ്പൊ ഇവിടെ ഉള്ളതൊക്കെ. ഞാനത് അങ്ങനെ വിശദമായി കേട്ടിട്ടില്ല. ഇവൻ അന്ന് മുതൽക്ക് ഹാലിളകിയിട്ട് ഈ ഖുറാഫികളുടെ ബയലക്സിലും ലോകം മുഴുവൻ ഇങ്ങനത്തെ ഇത് പറഞ്ഞില്ല. അന്ന് സത്യത്തിൽ അബ്ദുറഹ്മാൻ സലഫി അല്ലെങ്കിൽ ഓൻ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കും. ഇവിടെ ഓനാ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതൊക്കെ നടക്കും. ആ സെന്ററിൽ അവിടെ മാത്രമല്ല, നമ്മൾ പഴയ മുജാഹിദ് സെന്ററിലടക്കം കൊല്ലങ്ങളായി ജീവിച്ച ഞങ്ങളാണ്. അവിടെ എന്തെങ്കിലും റൂമിൽ അടച്ചിട്ട് പീഡിപ്പിക്കുക ഇവനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഞാൻ അന്നേരം ഇറങ്ങിപ്പോന്നു. അത് സെൽഫിയോട് പറയാൻ വിട്ടതാ. ഞാൻ പിന്നീട് നടന്ന സംഭാഷണങ്ങളിലേ ഞാനില്ല. കാരണം എനിക്കറിയാം ഇങ്ങനെ സംസാരിക്കുന്ന ഒരുത്തനായിട്ട് അത് ശുഭകരമായി അവസാനിക്കൂല. നമ്മുടെ സെന്ററിലാണ് അതിന്റെ പവിത്രത മറ്റു കാര്യങ്ങളും ഒക്കെ. ഇവരൊക്കെ കുറച്ചൊക്കെ പോക്കിരികളാണെങ്കിൽ മദനി അതിന് സാക്ഷിയായിട്ടുണ്ട്. ഞാൻ അവിടുന്ന് പോന്നതാണ്, ക്ഷമിക്കാൻ കഴിയാത്തതുകൊണ്ട്. എന്നിട്ട് എന്റെ നേതൃത്വത്തിൽ നടത്തി എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ട് ഇന്നുവരെ ഇങ്ങനെയുള്ള ഏതെങ്കിലും സന്ദർഭങ്ങളിൽ അപമര്യാദയായിട്ട് ആരോടെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ ഒരു അന്തസ് നമ്മൾ ഇത് പറയല്ല. എന്നിട്ട് ഇത് മുഴുവൻ ലോകത്ത് പ്രചരിപ്പിച്ച് നടക്കുക. എന്നിട്ട് നമ്മൾ ചെയ്തോ? നമ്മളെ ഒരു നടപടികൾ നമ്മളെ സംബന്ധിച്ച് എത്ര ചിന്തിച്ച് എത്ര തവണ അതിനെ സംബന്ധിച്ച് ആലോചിച്ച് അതിന് ശേഷമാണ് ഒരു തീരുമാനം എടുക്കുന്നറിയോ? ഇപ്പൊ സക്കരിയ സലാഹിയെ നീക്കം ചെയ്യാനൊരു തീരുമാനം എടുത്തു. എത്ര അവസരങ്ങൾ അന്ന് രാവിലെ അടക്കം സക്കരിയ സലാഹിനെ ഞാൻ കാണുന്നുണ്ട്. അയാൾ എന്റെ വീട്ടിൽ വരുന്നു. ഇവിടെ വളരെ മിതമായി വളരെ ലളിതമായ ഒരു കാര്യങ്ങളാണ് സംഘടന അയാൾ പറഞ്ഞിട്ടുള്ളത്. ഒത്തുപോകാൻ വേണ്ടി കൂടെ നമുക്ക് ദഅവത്ത് നടത്താൻ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മൾ രണ്ടാളും കൂടി ഒരു സ്റ്റേജിൽ കയറിയിട്ട് ഈ പ്രശ്നം അവസാനിപ്പിക്കണം, നമുക്ക് ജനങ്ങളുടെ മുന്നിൽ ഒന്ന് കയറാം എന്നൊക്കെ സന്തോഷപൂർവ്വമായിട്ട് അതിന് മുമ്പ് പറഞ്ഞു പിരിഞ്ഞതാണ്.
10-20 ദിവസം കഴിഞ്ഞിട്ട് ഒരു മറുപടിയും തരാതെ, ഒരു വിശദീകരണവും പറയാതെ എന്തെങ്കിലും ഒന്ന് പറയട്ടെ. അതിൻ്റെ ഇടയിൽ ഖുത്ബയിൽ സംഘടന കുത്തി പറഞ്ഞു, നമ്മുടെ ജമിയത്തിന്റെ തീരുമാനത്തിന് എതിർത്തുകൊണ്ട് സംസാരിച്ചു. അതിനുശേഷം പരസ്യമായി നേരത്തെ ഇവിടെ പറഞ്ഞ പ്രസംഗം അത് നിങ്ങൾ കേട്ട, വളരെ വ്യക്തമായി പുറത്താക്കുന്നറിഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തും. ഇങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്തമില്ലേ സംഘടനക്ക്? നിങ്ങൾ ഏൽപ്പിച്ച ഇനി ഒരു പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. സംഘടനയെ ആ നിലക്ക് ഇപ്പം AP-യുടെ ഒരവസ്ഥക്ക് നിങ്ങൾക്കറിയാലോ. ഈ വേദനിക്കുന്ന സന്ദർഭത്തിൽ, ഈ രോഗബാധിതനായി നിൽക്കുന്ന സന്ദർഭത്തിൽ പോലും അദ്ദേഹത്തെ സംബന്ധിച്ച് ദുഷിച്ച നിലക്കുള്ള